സ്ട്രക്ചറിനെ പറ്റി സംസാരിച്ചു. നൗ ഈ സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന്, ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷനാണ്. അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇമ്പൾസസിനെ അല്ലെങ്കിൽ ഒരു എനർജീനെ മോട്ടോർ എൻഡ് നെർവ് എൻഡിങ്ങിൽ നിന്ന് മസിൽ ഫൈബറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ വഴിയാണ്. ആ ട്രാൻസ്മിഷനെയാണ് ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ മെക്കാനിസം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ട്രാൻസ്മിഷൻ ചെയ്യുന്നത്? ഈ ഇമ്പൾസസ് ട്രാൻസ്ഫർ ചെയ്ത നെർവ് ഇമ്പൾസസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഒരു മസിൽ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. only if there is a trigger the muscle will start contracting, and the trigger is the nerve impulses or the motor nerve impulses that are being transmitted from the nerve ending into the muscle fiber. Now there are events, there are 5 different events that occur from the starting to the end of this neuromuscular transmission. Now what are these? First one is the release of acetylcholine. So our release വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. So second is, once it is released, the action of the acetylcholine. Now once the action is started, what is going to happen? The third step is the development of the end plate potential. Fourth is the development of miniature end plate potential, and then the last is the destruction of this acetylcholine, which will end the action of muscle contraction. So these are all the events that are occurring in the neuromuscular transmission. 1. Release of acetylcholine. 2. Action of acetylcholine. 3. Development of end plate potential. 4. Development of miniature end plate potential. And 5 is the destruction of this acetylcholine. So now let's speak about the first, release of this acetylcholine. Now when the action potential reaches the terminal, that is ഒരു നെർവിനെ സ്റ്റിമുലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് അതിൻ്റെ എന്തുവാ സെല്ലിലോട്ട് വന്നിട്ട് ആ സെല്ലിൽ നിന്ന് നെർവിൻ്റെ ആക്സോൺ ആക്സോണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് അതിൻ്റെ ടെർമിനൽ വരെ എത്തുമ്പോൾ, ദിസ് ഇസ് ആ നെർവിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ നെർവ് ഫിസിയോളജിയിൽ പഠിച്ചത്. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ വെൻ ഇറ്റ് റീച്ചസ് ദി ടെർമിനൽ എൻഡ്, it opens the voltage gated calcium channels in the membrane of axon terminal. So calcium channelsനെ വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് കാരണം ഓപ്പൺ അപ്പ് ആവുന്ന കാൽഷ്യം ചാനൽസിനെ ഓപ്പൺ അപ്പ് ചെയ്യും. ആൻഡ് ഈ കാൽഷ്യം അയോൺസ് ഫ്രം ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ഇൻ ടു ദി ആക്സോൺ ടെർമിനൽ. ഓക്കെ, അന്നേരം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള കാൽഷ്യം അയോൺസ് ആക്സോണിൻ്റെ ടെർമിനൽസിൻ്റെ ഉള്ളിലോട്ട് കയറും. ഓക്കെ, ഇതിന് ശേഷം ദിസ് കോസസ്, ഈ കാൽഷ്യം അകത്തോട്ട് കയറുമ്പോൾ ടെർമിനൽസിൻ്റെ ഉള്ളിലോട്ട്, ആ ബൾബിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം ഇറ്റ് കോസസ് ദ റപ്ചർ ഓഫ് ദ വെസിക്കിൾസ് ബൈ ഫോഴ്സിങ് ദി സിനാപ്റ്റിക് വെസിക്കിൾസ് ടു മൂവ് ആൻഡ് ഫ്യൂസ് ഇൻ ടു ദി പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. സോ ഈ കാൽഷ്യം അയോൺസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ആക്സോൺ ടെർമിനൽസിലോട്ട് എത്തുന്നു. അത് എത്തുമ്പം ഈ സിനാപ്റ്റിക് വെസിക്കിൾസിനെ ഈ കാൽഷ്യം അയോൺസ് ഫോഴ്സ് ചെയ്യുവാണ്, തള്ളിയിട്ട് നേരെ ആ ഏറ്റവും അറ്റത്ത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ അങ്ങോട്ട് പോയി തള്ളി കൊണ്ടുപോയിട്ട് അവിടെ അതിനെ റപ്ചർ ചെയ്യിപ്പിക്കും. അതിനെ പൊട്ടിക്കുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ ഇറ്റ് ഈസ് stored with acetylcholine. So ആ vesicles rupture ആവുമ്പം ഈ acetylcholine is being released. And by exocytosis the acetylcholine diffuses through the presynaptic membrane and enters into the synaptic cleft. ആ സ്പേസിൻ്റെ ഉള്ളിലോട്ട് കയറും. ഓക്കെ, എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഈ എന്തുവാ വെസിക്കിൾസ് റപ്ചറായിട്ട് ഈ മെംബ്രെയിനിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെസിക്കിൾസ്. നമ്മൾ ഈ ഡയഗ്രം കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ദ വെസിക്കിൾസ് ഏറ്റവും അറ്റത്ത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലോട്ട് അറ്റാച്ചായിട്ട് ഇത് റപ്ചർ ആകുമ്പം നേരെ ഈ സിനാപ്റ്റിക്
ക്ലെഫ്റ്റിൻ്റെ ഉള്ളിൽ, ഈ സ്പേസിൻ്റെ ഉള്ളിൽ അസറ്റൈൽ കോളിൻ റിലീസ് ആവുന്നു ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് എക്സോസൈറ്റോസിസ്. ഓക്കെ, അങ്ങനെ വന്നതിന് ശേഷം ആണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിലീസ് ഓഫ് അസറ്റൈൽ കോളിൻ കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഈ വെസിക്കിൾസിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, ഈച്ച് വെസിക്കിൾ കണ്ടെയ്ൻസ് അബൌട്ട് 10,000 acetylcholine molecules and at a time about 300 vesicles open and release acetylcholine. ഒരു ഇമ്പൾസ് വന്ന് ഒരു കാൽഷ്യം അയോൺസ് ഫ്രം ദി എക്സ്റ്റീരിയർ വെസിക്കിൾ ഈ ടെർമിനൽസിൻ്റെ ഉള്ളിൽ, ഈ ബൾബിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞ് ഈ വെസിക്കിൾസിനെ 300 വെസിക്കിൾസിനെയാണ് അറ്റ് എ ടൈം, ഒറ്റ പ്രാവശ്യം ആ ഒരൊറ്റ ഇമ്പൾസിൽ ഈ പ്രീസിനാപ്റ്റിക് മെംബ്രെയിനിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ബേസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓരോ വെസിക്കിളിലും 10,000 അസറ്റൈൽകോളിൻ മോളിക്യൂൾസ് ഉണ്ട്. സോ സീ ദി amount ഓഫ് വാട്ട് ഇമ്പൾസസ്, എനർജിയാണ് പുഷ് ഔട്ട് ചെയ്യാനായിട്ട് അസറ്റൈൽകോളിൻ ആ എൻസൈമിനെ റിലീസ് ചെയ്യാനായിട്ട് ഈ വെസിക്കിൾസിൻ്റെ കണ്ടൻസ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, നൗ ഇനി ഈ അസറ്റൈൽകോളിൻ ഇപ്പം സിനാപ്റ്റിക് ക്ലെഫ്റ്റിനുള്ളിൽ നിൽക്കുകയാണ്. നൗ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്?